ഇതൊരു ടെറിബിൾ ഫീലിംഗാണ്. ഞങ്ങളുടെ എതിരാളികൾക്കെതിരെ മികച്ച പ്രകടനം നടത്താൻ പറ്റിയില്ല. വേൾഡ് ക്ലാസ് അല്ലാത്ത 3 ടീമുകളോടാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിയത്. ഞങ്ങൾ ഈ പുറത്താവല് അർഹിച്ചതാണ്. ജോഷുവ കിമ്മിച്ച് ജർമ്മനി പുറത്തായ ശേഷം പറഞ്ഞ വാക്കുകളാണിത്. വേൾഡ് ക്ലാസ് അല്ലാത്ത 3 ടീമുകൾ. ഇത് തന്നെയാണ് ഇവരുടെ പ്രശ്നം. ഇവർ മാത്രമാണ് വേൾഡ് ക്ലാസ്. എതിർഭാഗത്ത് നിൽക്കുന്ന ടീമുകളെ വില കുറച്ച് കണ്ടവൻ പിന്നെ എങ്ങനെ കടന്നു പോകുമെന്നാണ് ഇവർ കരുതുന്നത്. 2014 ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഇവരൊരു മേജർ ടൂർണമെൻറ്റിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ചിലർ കോൺഫെഡറേഷൻ കപ്പ് പൊക്കിക്കൊണ്ടുവരും. കോൺഫെഡറേഷൻ കപ്പ് എന്ന് പറയുന്നത് 5ഓ 8ഓ ടീമുകൾ മാത്രം കളിച്ചിരുന്ന ഒരു ടൂർണമെൻറ്റ്, അതിനൊരു പ്രസക്തിയുമില്ല എന്ന് കണ്ട് ഫിഫ തന്നെ ഉപേക്ഷിച്ചതാണ്. അത് പൊക്കിക്കൊണ്ട് വരേണ്ടതില്ല. 2014 ശേഷം വേൾഡ് കപ്പിൽ എന്താ സംഭവിച്ചത്? 2018 ഗ്രൂപ്പ് സ്റ്റേജ് പുറത്തായി. 2022 മൂക്കുപൊത്തി വന്നവൻ വായ പൊത്തി മടങ്ങുന്ന കാഴ്ച കണ്ടു. 2026 ഇതാ വീണ്ടും അവർ പ്രീ ക്വാർട്ടർ പോലും കാണാതെ പുറത്താവുന്നു. ഈ വേൾഡ് കപ്പിലെ കളികൾ കുറസാവോക്കെതിരെ 7 ഗോൾ അടിച്ചു, ഗംഭീരമാക്കിയതാണ്. പിന്നെ എന്താ, ഐവറി കോസ്റ്റിനോട് അവസാന നിമിഷം രക്ഷപ്പെട്ടു പോയതാണ്. കൃത്യമായിട്ട് ലാറ്റിൻ അമേരിക്കൻ ടീം ഇക്കഡോർ ഇവരെന്താണെന്ന് കാണിച്ചു തന്നതാണ്. അതിനുശേഷം മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമിന് മുന്നിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീണ് അവർ പുറത്തു പോവുകയാണ്. ഇതേ ഇവർ അർഹിക്കുന്നുള്ളൂ. കാരണം മറ്റുള്ളവർ ഇവർക്ക് ലോക നിലവാരമില്ലാത്തവരും എന്നാൽ 10 കൊല്ലത്തിലധികമായിട്ട് ഒരു മേജർ ട്രോഫിയും നേടാതെ വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിലും മറ്റുമൊക്കെ ആയിട്ട് പുറത്താവുന്ന ഇവരെന്തോ കൊമ്പത്തെ ടീമാണെന്ന് സ്വയം വിചാരിക്കുകയും ചെയ്യുന്നു. ജർമ്മനി ഇത് അർഹിച്ച പതനമാണ് എന്നതല്ലേ യാഥാർത്ഥ്യം. ഈ കളിക്ക് മുമ്പ് ഗ്യാരി ലിനേക്കർ ഇംഗ്ലീഷ് ഇതിഹാസം പറഞ്ഞിരുന്നു ജർമ്മനിയുടെ ഏറ്റവും വീക്കസ്റ്റ് ടീമാണിത് എന്ന്. പക്ഷെ അത് അത്ര നല്ല രൂപത്തിലല്ല ജർമ്മൻ ക്യാമ്പ് എടുത്തത്. അവിടെ സൂചനകളുണ്ടായിരുന്നു. ആ സൂചനകളൊന്നും മനസ്സിലാക്കാതെ ഇതാ ജർമ്മനി ഒരിക്കൽ കൂടി തലകുമ്പിട്ട് ലോക വേദിയിൽ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നു.